ഹായ് ഓൾ, വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ പേര് മാജിക് ഇറേസർ സ്പോഞ്ചസ് എന്നാണ്. ഒരുപാട് പേര് വാങ്ങി റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് ഞാനും. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഒരു ബോക്സിലാണ് വന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ലൊരു സ്പോഞ്ച്. അത് നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകണം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇത് പിന്നെ ചുമരുമ്പിൽ വരച്ചിട്ട് എൻ്റെ ക്രയോൺസ് കൊണ്ട് വരച്ചതിൻ്റെ ഇത് പോക്കാൻ വേണ്ടിയിട്ടോ ഞാൻ മെയിനായിട്ട് വാങ്ങി. നമുക്കിത് പോകാൻ നോക്കാം. എനിക്ക് അഭിപ്രായം മസ്റ്റ് ബൈ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയും കേട്ടോ. കാരണം പോകുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം. കുറച്ച് പക്ഷേ നമ്മളെന്താ പറയുക, നല്ല സ്ട്രെയിൻ ചെയ്ത് തന്നെ ഉരച്ചെടുക്കണം. ജസ്റ്റ് സ്ക്രബ് ചെയ്താലൊന്നും പോകുന്നില്ല. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു സൈഡൊക്കെ പിടിച്ച് നന്നായിട്ട് ഉരച്ചെടുത്താൽ പോകുന്നുണ്ട്. പക്ഷേ അതില്ലേ, ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെറിയൊരു അടയാളം വീണ്ടും കാണാം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം. എൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചെറുങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ നല്ല ഉദിച്ച് നിൽക്കുന്നതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതായത് തെളിഞ്ഞു കാണുന്നതൊക്കെ ഇല്ലേ, ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല ടൈം എടുത്ത് ഉരച്ചിരിക്കണം കേട്ടോ. നല്ല ക്ഷമയും വേണം, നമുക്ക് സമയവും വേണം. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും. പക്ഷേ ഇതില്ലേ, സ്വിച്ച് ബോർഡുമ്മിൽ നോക്കിയിട്ട് നല്ല വർക്കിംഗ് ആണ് കേട്ടോ. അതായത് സ്വിച്ച് ബോർഡുമ്മിൽ എല്ലാ അഴുക്കും പോകുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വേഗം തന്നെ പോകുന്നുണ്ട്. എൻ്റെ സ്ക്രബ്ബർ നന്നായിട്ട് പിഴിയാഞ്ഞിട്ടാട്ടോ ഈ വെള്ളം വരുന്നത്. പിന്നെ അതിൽ നിന്നൊരു നമ്മളിപ്പോൾ ചുമര് തന്നെ ആയാലും അമർത്തി തുടയ്ക്കുമ്പോൾ ഒരു വെള്ള കളറുള്ളൊരു വെള്ളം വരുന്നുണ്ട്. അതിൻ്റെ സ്പോഞ്ചിൻ്റെ കളറാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുന്നുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വിച്ച് ബോർഡ് തുടയ്ക്കാട്ടോ. ഷോക്കറ്റ് അടിക്കാണ്ട് നോക്കുക. കേട്ടോ, നന്നായിട്ട് പോകുന്നുണ്ട്. എൻ്റെ സൈക്കിളൊന്നും ഞാൻ തുടയ്ക്കാത്ത പ്രശ്നമേ ഉള്ളൂ. നല്ല അഴുക്കുള്ളെടുത്ത് മാത്രമേ ഞാൻ തുടച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ പുക പിടിച്ചിട്ട് എൻ്റെ അടുപ്പിൻ്റെ അടുത്തുള്ള ടൈലാണ് കേട്ടോ പുക പിടിച്ച്. അതും ഇതിനെ കൊണ്ട് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ നമ്മളെ സ്ക്രബ്ബറെല്ലാം കൂടി ബ്ലാക്ക് കളറാവുന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 3 കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒന്നിന് മാറ്റി വെക്കാം. നന്നായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെയും നമുക്ക് അധികം ബലമൊന്നും പിടിക്കണ്ട. ജസ്റ്റ് കഴുകിയിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ